എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രമോദ് ഭാസ്കർ. സ്വനം മ്യൂസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ ലളിതഗാനം പഠിച്ചു തുടങ്ങിയിരുന്നു. ആ ലളിതഗാനത്തിൻ്റെ അനുപല്ലവിയാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 3 ക്ലാസ്സോടുകൂടി ഈ പാട്ട് തീർക്കാം എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന വിശ്വാസത്തിൽ ഞാൻ ഇന്ന് അനുപല്ലവിയിലേക്ക് പോവുകയാണ്. പല്ലവി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. പാട്ടിൻ്റെ തുടക്കം നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാം ഒരു ഗാനം, അല്ലേ? കല്ലോലങ്ങളും മാരുതനും നടനമാടും പൂവനിയും. ഇത് വളരെ വ്യക്തമായി കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നിരുന്നു. അതുപോലെ കമൻറ്റ് ബോക്സിൽ പലരും അഭിപ്രായപ്പെടാറുണ്ട് ലിറിക് ഒന്ന് തരുമെന്ന്. അപ്പോൾ ലിറിക്ക് നമ്മളിങ്ങനെ പാടുമ്പോൾ തന്നെ എഴുതിയെടുക്കാം, അല്ലേ? എഴുതിയെടുക്കായിരിക്കും ബെറ്റർ. കാരണം എഴുതി പഠിക്കുമ്പോൾ ഒന്നുകൂടെ നമ്മളെ മനസ്സിലാ ട്യൂണെല്ലാം ഒന്നുകൂടെ പതിയാൻ ഒന്നുകൂടെ ഈസി ആയിരിക്കും. ഒരു ഹമ്മിങ് ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. ഹമ്മിങ് ലാസ്റ്റ് പഠിക്കാം. ഹമ്മിങ് പാടുക ആദ്യമാണ്, അല്ലേ? ഹമ്മിങ് കഴിഞ്ഞിട്ടാണ് പാട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് അനുപല്ലവിയാണ് പഠിപ്പിക്കുന്നത്. പല്ലവി ഒന്ന് ജസ്റ്റ് പാടിയിട്ട് നമുക്ക് അനുപല്ലവിയിലേക്ക് പോവാം. നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. കല്ലോലങ്ങളും മാരുതനും നടനമാടും പൂവനിയും. കല്ലോലങ്ങളും മാരുതനും നടനമാടും പൂവനിയും. നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. ഇതാണ് പല്ലവി. ഇന്ന് എനിക്ക് ചെറിയൊരു ഫീവർ, കോൾഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡ് എന്തായാലും യൂട്യൂബിൽ വരണം. കാരണം കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തത്. നമുക്ക് അനുപല്ലവിയിലേക്ക് പോവാം. അപ്പോൾ എല്ലാ കുട്ടികളും, ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കുള്ള കുട്ടികൾക്കാണ് ഇത് ഈ പാട്ട് പഠിക്കാനുള്ളത്. മറ്റുള്ളവർക്കും പഠിക്കാം. രാക്കിളി പാടിയ അനുപല്ലവി എഴുതിയെടുക്കണം. എല്ലാവരും എഴുതിയെടുക്കുക. രാക്കിളി പാടിയ കഥകളിപ്പാട്ടും. അനുപല്ലവിയുടെ ആദ്യത്തെ വരിയാണ് പറയുന്നത്. രാക്കിളി പാടിയ കഥകളിപ്പാട്ടും. രണ്ടാമത്തെ വരി നിളയുടെ തീരവും കല്ലോലങ്ങളും മധുരതരം. ഒന്നുകൂടെ പറയാം. രാക്കിളി പാടിയ കഥകളിപ്പാട്ടും. സെക്കൻഡ് ലൈൻ നിളയുടെ തീരവും കല്ലോലങ്ങളും മധുരതരം. മൂന്നാമത്തെ വരി അനഘ സംഗീതാലാപനവും. ഒരിക്കൽ കൂടി പറയാം. അനഘ സംഗീതാലാപനവും സുഖതമാമി ലയലാസ്യ തീരവും. സുഖതമാമി ലയലാസ്യ തീരവും. അനുപല്ലവിയുടെ വരികൾ ആദ്യം മുതൽ ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് ലൈൻ രാക്കിളി പാടിയ കഥകളിപ്പാട്ടും. രണ്ടാമത്തെ വരി നിളയുടെ തീരവും കല്ലോലങ്ങളും മധുരതരം. മൂന്നാമത്തെ വരി അനഘ സംഗീതാലാപനവും. നാലാമത്തെ വരി സുഖതമാമി ലയ ലാസ്യ ഭാവവും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പാട്ടിലേക്ക് പോവാം. രാക്കിളി പാടിയ
കഥകളിപ്പാട്ടും. അല്ല, ഒന്നുകൂടെ പാടാം. രാക്കിളി പാടിയ കഥകളിപ്പാട്ടും. സെക്കൻഡ് ലൈൻ. നിളയുടെ തീരവും നിളയുടെ തീരവും കല്ലോലങ്ങളും മധുരതരം. ചേർന്ന് വരുമ്പോൾ രാക്കിളി പാടിയ കഥകളിപ്പാട്ടും നിളയുടെ തീരവും കല്ലോലങ്ങളും മധുരതരം. ഓരോ ഫ്രേസുകളായിട്ട് പാടാം. രാക്കിളി രാക്കിളി പാടിയ, അതിനുശേഷം കഥകളിപ്പാട്ടും. ഇനി അത് ചേർത്ത് പാടാം. രാക്കിളി പാടിയ കഥകളിപ്പാട്ടും നിളയുടെ തീരവും കല്ലോലങ്ങളും മധുരതരം. രണ്ടാമത് പാടുമ്പോൾ രാക്കിളി പാടിയ പാടിയ എന്ന് പാടുന്ന സംഗതി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇംപ്രവൈസ് ചെയ്യാം. അതായത് പക്ഷെ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു താളത്തിൽ പോകുമ്പോൾ ആ താളം നമ്മൾ കീപ്പ് ചെയ്ത് പോകണം, അല്ലേ? ആ താളത്തിൽ ഒതുങ്ങണം. നമ്മൾ എത്ര സംഗതികൾ വേരിയേഷനൊക്കെ പാടുകയാണെങ്കിൽ പോലും ആ സംഗതി ആ താളത്തിൽ ഒതുങ്ങിയിട്ടില്ലെങ്കിൽ അത്, അല്ലേ, തെറ്റായി പോകും. അപ്പോൾ ഇങ്ങനെ വരുന്ന വെച്ചാൽ രാക്കിളി പാടിയ, ആ സംഗതി പാടിയ എന്ന് വേണമെങ്കിൽ പാടാം. ഇംപ്രവൈസേഷൻ 1, അല്ലേ? രാക്കിളി പാടിയ. ഒന്നാമത്തെ സംഗതി എങ്ങനെയായിരുന്നു നമ്മൾ പാടിയത്? പാടിയ, അല്ലേ? കോമൺ ആയിട്ട് രാക്കിളി പാടിയ, ഇതൊന്ന്. 2, രാക്കിളി പാടിയ, അല്ലെങ്കിൽ പാടിയ. അത്രയും പാടാം. പക്ഷെ അത് പാടി കഴിയുമ്പോൾ നമ്മൾ ആ താളം പോവാതെ പാടണം, അല്ലേ? രണ്ടും ഏത് വേണമെങ്കിലും പഠിക്കാം, അല്ലേ? ആദ്യം ഇംപ്രവൈസ് ചെയ്തത് രാക്കിളി പാടിയ, സെക്കൻഡ് പാടിയ, അങ്ങനെയും പാടാം. ഒന്നാമത്തെ സംഗതി എങ്ങനെയാണ്? രാക്കിളി പാടിയ എന്നതാണ്, അല്ലേ? 2 പാടിയ, 3 വേണമെങ്കിൽ പാടിയ, അങ്ങനെ പാടാം. കഥകളിപ്പാട്ടും നിളയുടെ തീരവും കല്ലോലങ്ങളും മധുരതരം, അല്ലേ? രാക്കിളി പാടിയ സംഗതി 1. 2, രാക്കിളി പാടിയ, വേണമെങ്കിൽ മൂന്നാമത് ഉപയോഗിക്കാവുന്ന സംഗതി രാക്കിളി പാടിയ എങ്കിലും പാടാം, അല്ലേ? കഥകളിപ്പാട്ടും നിളയുടെ തീരവും കല്ലോലങ്ങളും മധുരതരം. കല്ലോലങ്ങളും ഇങ്ങനെ പാടുന്നത് കല്ലോലങ്ങളും മധുരതരം. അത് മധുരതരം അതിന് പാടാം. അടുത്തത് ടോപ്പില് മധുരതരം
അനഘസംഗീതാലാപനവും സുഖതമമീ ലയലാസ്യതീരവും. എന്നിട്ട് പല്ലവി വരുന്നത് അത് ഇന്നാണ്. അതായത് ലയലാസ്യതീരവും നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാം ഒരു ഗാനം. ഇത്രയും പാടി നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ചരണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അനുപല്ലവി ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ ശ്രദ്ധിച്ച് അല്ലേ കുറച്ച് പഠിക്കും. അതിൽ നമുക്ക് ടോപ്പിലേക്ക് ഇത്തിരി സ്റ്റെയിൻ തോന്നുന്ന ഭാഗം അനഘസംഗീതാലാപനം എന്നുള്ള ഭാഗമാണ്. അത് തുറന്ന് പാടാം. എനിക്കും ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലെ പോലെ അത്ര ഓപ്പൺ അല്ല. എനിക്കിത്തിരി ഫീവർ കോൾഡൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇന്ന് നമ്മുടെ എപ്പിസോഡ് പോകാനുള്ള ദിവസമായതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാനത് മുടങ്ങാതെ എപ്പിസോഡ് ചെയ്തത്. അങ്ങനെയാണ് നോട്ട് അനഘസംഗീതാലാപനവും അതിൻ്റെ ടോപ്പ് സുഖതമമീ ലയലാസ്യതീരവും അവിടെ ശ്രദ്ധിക്കണം. ലയലാസ്യതീരവും നിളാനദിയുടെ പുളിനം പാടും ചേതോഹരമാ ഒരു ഗാനം. അങ്ങനെ നിർത്താം. അല്ലെങ്കിൽ ഒരു ഗാനം എന്ന് നിർത്താം. ഇല്ലെങ്കിൽ ഒരു ഗാനം സിമ്പിളാക്കി നിർത്താം. അപ്പോൾ ഇന്ന് ഈ പാട്ടിൻ്റെ അനുപല്ലവി ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാ കുട്ടികളും പഠിക്കുക, എല്ലാവരിലും എത്തിക്കുക. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.